നെല്ലിന്റെ സംഭരണ വില ലഭിക്കാത്തതിനാൽ പരൂർ കോൾപ്പടവിലെ കർഷകർ ദുരിതത്തിൽ. സർക്കാർ ഏജൻസിയായ സിവിൽ സപ്ലൈസ് കോർപ്പറേഷന് നെല്ല് നൽകിയിട്ട് 4 മാസം കഴിഞ്ഞിട്ടും പണം ഇതുവരെ ലഭിച്ചിട്ടില്ല. ഉപ്പുങ്ങൽ പരൂർ കോൾപ്പടവുകളിൽ നിന്നും സപ്ലൈകോ നെല്ല് സംഭരിച്ച ഇനത്തിൽ കർഷകർക്ക് കിട്ടാനുള്ളത് കോടികളാണ്. ഏപ്രിലിൽ നൽകിയ നെല്ലിന്റെ പണം കിട്ടാൻ ഇനിയും വൈകുമെന്നാണ് ബാങ്ക് അധികൃതർ പറയുന്നത്. പരൂർ കോൾപ്പടവിൽ നിന്നു മാത്രം 8 ലക്ഷം കിലോഗ്രാം നെല്ലാണ് സംഭരിച്ചത്. വടക്കേകാട് പഞ്ചായത്തിലെ കപ്ലിയങ്ങാട് പടവിൽ നിന്നും 1.24 ലക്ഷം കിലോയും ചക്കിത്തറ പാലക്കുഴിയിൽ നിന്നും 36,000 കിലോയും ഉപ്പുങ്ങൽ വടക്കേപ്പടവിൽ നിന്നും 3.14 ലക്ഷം കിലോഗ്രാം നെല്ലുമാണ് 212 കർഷകരിൽ നിന്നായി മില്ലുകൾ വഴി സപ്ലൈകോ സംഭരിച്ചത്. കൈകാര്യ ചെലവായ 12 പൈസ അടക്കം കിലോയ്ക്ക് 28 രൂപ 32 പൈസയാണ് വില. SBI, കാനറ ബാങ്കുകൾ, പാഡി രസീത് ഷീറ്റ്, PRS വായ്പ വഴിയാണ് കർഷകർക്ക് നെല്ലിന്റെ വില നൽകുന്നത്. ഏപ്രിൽ 2ാമത്തെ ആഴ്ച വരെ PRS അടച്ചവർക്ക് ഇപ്പോൾ പണം നൽകുന്നതെന്നും ഇത് പൂർത്തിയാക്കിയ ശേഷമേ അടുത്ത ഏപ്രിൽ 20-ന് ശേഷം PRS എടുത്തവർക്ക് പണം നൽകൂ എന്നും അധികൃതർ പറയുന്നു. പണം കിട്ടാൻ വൈകുന്നതോടെ കർഷകരും വലയുകയാണ്. 1/2 ലക്ഷം രൂപ മുതൽ 30 ലക്ഷം രൂപ വരെ കിട്ടാനുള്ള കർഷകരുണ്ട്. നെല്ലിന്റെ പണം കിട്ടാൻ വൈകുന്നത് കർഷകരെ കൃഷിയിൽ നിന്നും പിന്തിരിപ്പിക്കുന്നതായി കോൾ കമ്മിറ്റികൾ പറയുന്നു. ഈ പൈസ കിട്ടാത്തതിൽ കുറേ ആൾക്കാർ കടത്തിൽ മുങ്ങിയിട്ട് പൈസ കിട്ടിയിട്ട് തന്നെ ഇത് പലിശക്കാർക്ക് കൊടുക്കാനേ തരുള്ളൂ. പാട്ടക്കാരാറ് ഒരു പ്രശ്നം, ഏറ്റവും കൂടുതൽ കൃഷിക്കാർ ഉള്ളൊരു പടവാണ് പരൂർ പടവ്. ഈ പൈസ ഇപ്പോൾ ഇനി 2-3 മാസം കഴിഞ്ഞ് കിട്ടുമ്പോൾ കർഷകർക്ക് കിട്ടിയിട്ടൊരു ഗുണമില്ല. ഈ കഴിഞ്ഞ പ്രാവശ്യം അതുപോലെ തന്നെ സമരം ചെയ്തേക്ക് ഈ 24 മണിക്കൂറിനുള്ളിൽ പൈസ തരുമെന്ന് പറഞ്ഞു, പിന്നെ ഒരാഴ്ചനുള്ളിൽ തരുമെന്ന് പറഞ്ഞു. എല്ലാ വർഷവും കർഷകർ ഇത് കടക്കണിയിലായിട്ട് ഇരിക്കുകയാണ്. ഈ കർഷകരുടെ ദുരാവസ്ഥയ്ക്ക് ഒരു പരിഹാരം ഉണ്ടാകണമെന്ന് പടവ് കമ്മിറ്റി ആവശ്യപ്പെടും. വടക്കേക്കാട് പുന്നയൂർക്കുളം പഞ്ചായത്തിലെ 3 പടവുകളിൽ കഴിഞ്ഞ വർഷം 138 കർഷകർ കൃഷി ഇറക്കിയിരുന്നിടത്ത് ഇത്തവണ 113 പേരാണ് കൃഷി ചെയ്തത്. കുറവ് വന്ന 25 പേരും യഥാസമയം പണം കിട്ടാത്തതിനാൽ കൃഷി നിർത്തിയവരാണ്. മുൻ വർഷത്തേക്കാൾ വിളവും മോശമായതിനാൽ നെൽവിലയിൽ 1.50 കോടി രൂപയുടെ കുറവുമുണ്ട്. പലരും ഭൂമി പാട്ടത്തിനെടുത്തും കടം വാങ്ങിയും വായ്പയെടുത്തുമാണ് കൃഷി ചെയ്തിട്ടുള്ളത്. പലരുടെയും വായ്പ മുടങ്ങിക്കിടക്കുകയാണ്. ബാങ്ക് അധികൃതരുമായി ബന്ധപ്പെട്ടെങ്കിലും തങ്ങൾക്ക് അറിയിപ്പൊന്നും ലഭിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. പുന്നയൂർക്കുളം ഗ്രാമപഞ്ചായത്തും ഗുരുവായൂർ MLAയും പ്രശ്നത്തിൽ ഇടപെടണമെന്നാണ് കർഷകർ ആവശ്യപ്പെടുന്നത്. അതേസമയം ഇതിനെതിരെ സോഷ്യൽ മീഡിയകളിലൂടെ ജനപ്രതിനിധികളോട് ആവശ്യപ്പെട്ടതിനെ വളച്ചൊടിച്ച് കേസ് കൊടുക്കുന്ന നിലപാടാണ് കർഷകരെ സ്നേഹിക്കുന്നവരെന്ന് അവകാശപ്പെടുന്ന ആളുകൾ ചെയ്തു വരുന്നതെന്ന് പരൂർ കോൾപ്പടവ് കർഷകർ പറയുന്നു.